കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അങ്ങനെ എന്തായാലും ഇന്ന് പോയപ്പോഴേക്കും ഒരു 2 ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ അങ്ങ് ബലമായിട്ട് വാങ്ങിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും അങ്ങനെ അത്രയ്ക്ക് പിടിക്കണമെന്നില്ല. ഒരു വികാരമില്ലാത്ത ഫ്രൂട്ടെന്ന് വേണം ഇതിനെ പറയാനെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഞാനിത് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും 2 കണ്ണും പൂട്ടിക്കൊണ്ട് ഞാനതങ്ങ് വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു, എന്തിനാ ഇത് വാങ്ങിച്ചേ, അതിന് ഒരു മധുരമില്ല, അങ്ങനെ കുറേ കമൻസ് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ, അപ്പോൾ അതെന്തായാലും തട്ടിക്കൂട്ടി കഴിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ അരിഞ്ഞ് പേർക്ക് ഇതിങ്ങനെ വെച്ചപ്പോഴേക്കും ഓരോരുത്തർ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത്രയുമായി കേട്ടോ. എന്തായാലും ആദ്യത്തെ ഒരു ടേസ്റ്റിങ്ങിൽ തന്നെ എല്ലാവരും പോകുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള നഷ്ടക്കച്ചവടമൊന്നും എനിക്കുണ്ടായില്ല. എന്തായാലും ഞാനതെല്ലാം കൂടെ വാരിപ്പെറുക്കി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അങ്ങോട്ട് നന്നായിട്ടൊരു അടി അടിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതിനൊരു മധുരമില്ല, പുളിയില്ല, രുചിയില്ല, ഗണമില്ല. പിന്നെ കുറച്ച് പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും സംഗതി സെറ്റായേ. അപ്പോൾ എന്തായാലും നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കാണ് ഇവിടെ തട്ടിക്കൂട്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഓടി വന്ന് കമൻറ്റ് ചെയ്തു, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ മിക്സിയുടെ ജാർ നന്നായിട്ട് അടച്ചു വെച്ച് അടിച്ചിരിക്കുകയാണ്. അമ്മേ അവസാനം എന്താ തുറന്നപ്പോൾ ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ കേട്ടോ. നല്ല റോസ് കളറിലെ ഒരു ജ്യൂസ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണാനായിട്ട്. ഇനി കുടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കുടിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഇങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോഴേക്കും എനിക്ക് തോന്നി നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ജ്യൂസ്. അപ്പോൾ അത് കുറച്ചും കൂടെ പാലൊഴിച്ച് ലൂസാക്കി എടുത്താൽ എന്താകും, കാരണം അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടെ ലൂസാക്കി എടുക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ അത് കുറച്ച് ലൂസാക്കി എടുത്തേ. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല സത്യം പറയാലോ, നല്ല ആ ഒരു കളറ് കാണുമ്പോൾ നമുക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ ഇത് ഷേക്കാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവം കൂടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ലാത്തവരെ ട്രൈ ചെയ്തോ.